ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമായിട്ടുള്ള കേർഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മളെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 5 മിനിറ്റൊക്കെ മതി ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. നമ്മളിപ്പം വളരെ ഈസി ആയിട്ടുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് സമ്മറിലൊക്കെ ഇത് നല്ലൊരു ഐറ്റമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ടിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. കേർഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 കപ്പ് 240 ml കപ്പിന് 3 കപ്പ് കുക്ക് ചെയ്ത റൈസാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം തന്നെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുമാതിരി നല്ല വെന്ത ചോറാണ് ഈ കേർഡ് റൈസിന് എപ്പോഴും നല്ലത്. അതിനകത്തോട്ട് ഞാനിപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ ഈ തൈര് ചേർക്കുമ്പോഴത്തേക്കും അത് ശരിക്കും അതിൻ്റെ ആ കൺസിസ്റ്റൻസി കിട്ടുന്നവരെ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കറിയാമല്ലോ, തൈര് കേർഡ് റൈസിൻ്റെ ഇച്ചിരി കുഴഞ്ഞൊരു പാകത്തിന് അത്രയും തൈര് നമുക്ക് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ചേർത്ത തൈര് പോരാ, ഇപ്പോൾ കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ പാലും 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്തു. ഈ ഫ്രഷ് ക്രീമും പാലും ഒക്കെ ഓപ്ഷനല്ല കേട്ടോ. നമുക്ക് തൈര് മാത്രം ചേർത്താലും മതി. പക്ഷേ ഇതും കൂടി ചേർക്കുമ്പോഴത്തേക്കും നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ 3 കപ്പ് റൈസിന് 200 ml തൈരാണ് വേണ്ടി വന്നത്. ഇനി നമ്മളിതിൻ്റെ തടക്കായ്ക്കുള്ള സാധനങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് ഞാൻ 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ ഓയിലുമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, അതിൽ ഗീ മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുശേഷം കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ചേർക്കുന്ന 1 സ്പൂൺ ഉഴുന്നാണ്. പിന്നെ ചേർത്ത് കൊടുത്തത് 1 സ്പൂൺ കടലപ്പരിപ്പാണ്. അത് മൂത്തപ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രൈ റെഡ് ചില്ലിയാണ് എടുത്തു കൊടുത്തത്. പിന്നെ ചേർത്തത് 1 ഇഞ്ച് നീളത്തിലുള്ളൊരു ഇഞ്ചി പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഒരു 3 പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, അതാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിനകത്ത് ചേർക്കുന്ന ഒരു 1/4 ടീസ്പൂൺ കായം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ ടേസ്റ്റും കൂടി ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന്. ഇത്രേ ഉള്ളൂ, നമ്മുടെ തടക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ചോറ് മിക്സിലോട്ട് നമ്മുടെ ഈ തടുക്കൻ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേർഡ് റൈസ് റെഡിയായി. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് സാധനം കൂടി ചേർക്കുന്നുണ്ട്. ഒരു സ്പൂൺ മല്ലിയില കട്ട് ചെയ്ത്, മല്ലിയിലയുടെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു ചെറിയ ഒനിയൻ ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് പൊമോഗ്രാനൈറ്റും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ മധുരം ഇങ്ങനെ കടിക്കുമ്പോഴത്തേക്കും നല്ലൊരു സുഖം കിട്ടും. വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, ഓപ്ഷണലാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. കാരണം നമ്മൾ ആ തൈരിൻ്റെയൊക്കെ കറക്റ്റ് ആ ഒരു പുളിക്ക് അനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തെങ്കിലാണ് സ്വാദ് കിട്ടത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് സ്വാദിനനുസരിച്ചുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് തൈരെങ്ങാനും കുറവാണെന്ന് തോന്നുവാണ് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം. ചില ദിവസം നമുക്കിങ്ങനെ തോന്നുമില്ലേ, ഇന്നിപ്പോൾ സ്പൈസി ആയിട്ടൊന്നും കഴിക്കേണ്ടെന്ന് തോന്നുന്ന ദിവസങ്ങളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റൈസ് പ്രിപ്പറേഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.